ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നോട് ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിലുള്ള വാഷി ടേപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിന് വേണ്ടത് A4 ഷീറ്റ്, ഈ സ്കെയില്, പിന്നെ പെൻസില്. ഈ സ്കെയില് ഞാനിപ്പോൾ എടുക്കുന്നത് 1 സെൻറ്റിമീറ്റർ അളവാണ് കേട്ടോ എൻ്റെ വാഷി ടേപ്പിൻ്റെ. അപ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ അളവ് 4 എണ്ണമാക്കി വരച്ചു കൊടുക്കണം. അപ്പോൾ അത് 2 എണ്ണമാണ് ചെയ്യണത്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാണ്. രണ്ടാമത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ. ഇതുപോലെ 4 എണ്ണം നമുക്ക് വരച്ചുണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് അളവ് കിട്ടാൻ ഇത്തിരി പാടുപെട്ടെങ്കിൽ പിന്നെ അത് കറക്റ്റായി വന്നു. കറക്റ്റായില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മളിത് ഒട്ടിക്കുമ്പോൾ അത് കറക്റ്റായി നിന്നാൽ മതി. കാരണം വളവും ചെരിവൊന്നും വേണ്ട. അപ്പോൾ അത് ഇതുപോലെ രണ്ടാമത്തെ ഉണ്ട വരയ്ക്കണത്. ഇതിന് മെയിൻ പാർട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പോ ഗ്ലൂവോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കാം. ഇനി ഒരെണ്ണം കൂടി എനിക്ക് വരയ്ക്കാനുള്ളൂ. എനിക്ക് വരയ്ക്കാം. ഞാൻ ഇനിയും വരയ്ക്കുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ചിട്ട് അടുത്തത് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്നെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. ഇതുപോലെ 4 എണ്ണം വരച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വരച്ചിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 8 എണ്ണം വരച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടത് അതിനായിട്ട് സ്കെച്ചാണ് ഡിസൈൻ ചെയ്യാൻ ഞാൻ എടുക്കണത് കേട്ടോ. സ്കെച്ചാണ് ഞാൻ എടുക്കണത്. അപ്പോൾ അതിൽ ഞാൻ ചൂസ് ചെയ്യണത് ഒരു ചെറിയ തീമിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം, റെയിൻബോ ചെയ്യാം, അങ്ങനെ ഇഷ്ടമുള്ള ഫുഡ്സിൻ്റെയോ അല്ലെങ്കിൽ വല്ല തോട്ട്സൊക്കെ എഴുതിയിട്ടുള്ള അതിനൊക്കെ ചെയ്യാം കേട്ടോ. നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. അപ്പം 4 എണ്ണം കറക്റ്റ് അളവായി നോക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ എണ്ണിയത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു ചെറിയുടെ ഷേപ്പ് വരച്ചെടുക്കാം. അത് ഞാൻ ഹാർട്ടാണ് വരച്ചത്, പിന്നെ ഞാൻ റൗണ്ട് വരച്ചു പോയി, കാരണം ആ ഷേപ്പ് കിട്ടാൻ ഇത്തിരി പാടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വരച്ചു പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ അതന്നെ ചെയ്യാം കേട്ടോ. ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ സ്കെച്ചൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യില്ല, കാരണം നമ്മൾ കളർ കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ വൃത്തികേട് വരും. അപ്പോൾ അത് ചിലപ്പോൾ പരക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യാൻ കേട്ടോ. കളർ പെൻസിൽ കൊണ്ട് യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യാം. ഓക്കെ, ഞാൻ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ 2 സ്റ്റെമ്മ് പോലെ വരച്ചെടുക്കുന്നത്, എന്നിട്ട് 2 ലീഫും വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരെണ്ണം വരച്ചിട്ട് പിന്നെ രണ്ടാമത്തെ വരയ്ക്കാൻ വിചാരിച്ചത്, പിന്നെ ഞാൻ അപ്പം ഇങ്ങനെ വരച്ചു പോയി. അപ്പോൾ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം. ഇതുപോലെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം നല്ല സെയിമായിട്ട് വേണമെന്നില്ല, എന്നാലും എനിക്ക് ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഒരു സെയിം വന്നിരുന്നു കേട്ടോ. അങ്ങനെ വേണമെന്നില്ല. ഇതുപോലെ ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ഒരു റെഡ്, ഓറഞ്ച് അങ്ങനെ ഒരു കളറാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൽ മൊത്തം ഒന്ന് കളർ ചെയ്തു കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയിൽ വേണം കളർ ചെയ്യാൻ. ഇപ്പോൾ ഞങ്ങൾക്ക് 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ലീഫും കൂടി വരയ്ക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം വരച്ചു കൊടുക്കാം. ഞാൻ എല്ലാം വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ ലീഫാണ് സ്റ്റെം ആദ്യം വരച്ചു, പിന്നെ ലീഫ് വരച്ചു കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുക്കുക എല്ലാത്തിൻ്റെയും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ. എന്നിട്ട് ഞാനൊരു പീച്ച് കളർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവില്ല, ശരിക്കും ഞാൻ ലൈറ്റ് കളറായിട്ടാണ് കൊടുത്തു നോക്കുന്നത്. പിന്നെ ഞാൻ സിസേഴ്സ് യൂസ് ചെയ്തു. പിന്നെ ഗ്ലൂ യൂസ് ചെയ്തത് ഒരു കട്ടിയുള്ള പേപ്പർ കിട്ടാനായിട്ടാണ് കേട്ടോ. ആ ഗ്ലൂ യൂസ് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ A4 ഷീറ്റിലാണ് യൂസ് ചെയ്യാൻ. എനിക്കൊരു കട്ടി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഗ്ലൂ യൂസ് ചെയ്തത്. പിന്നെ അത് ഒട്ടിക്കാനും മാത്രം, അത്രയും മതി. ഗ്ലൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സെലോ ടേപ്പ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തിരി ഗ്ലൂ തേച്ചിട്ട് മറ്റേതിൻ്റെ 2 സൈഡ് പകുതിയാക്കി കട്ട് ചെയ്തു. എന്നിട്ട് 2 ഞാൻ ഒട്ടിക്കാൻ പോകണ്ട. അപ്പോൾ ഒരു കട്ടി പേപ്പർ കിട്ടും, അതിനും കൂടി വേണ്ടിയാണ് കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിന് റൗണ്ട് കിട്ടാനായിട്ട് യൂസ് ചെയ്യണ പാത്രം നമ്മുടെ ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് കുപ്പിയിൽ, അതാണ് ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നേരത്തെ എടുത്താൽ ഫെവിക്കോളിൻ്റെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് കറക്റ്റ് വട്ടം തോന്നിയത് അതാണ്. അപ്പോൾ ഞാനപ്പോൾ അതെടുത്തു.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഓക്കെ, ഇതുപോലെ ചെയ്യാം. ദെൻ നമുക്ക് നമ്മുടെ ഏക്കറിലേക്ക് എടുക്കാം. പിന്നെ കറക്റ്റ് ലൈനാവണില്ല. അപ്പോൾ കറക്റ്റ് ലൈനാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ച് നിൽക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഏക്കറിലേക്കിൻ്റെ കുപ്പിയാണ് ഇട്ട് കൊടുക്കണത്. ഓക്കെ, നമുക്ക് ഇതിന് കറക്റ്റ് റൗണ്ട് വെക്കാൻ നോക്കാം. അപ്പോൾ കറക്റ്റ് റൗണ്ട് ആയാലാണ് നമ്മുടെ വാഷി ടേപ്പിന് കറക്റ്റ് അതിൻ്റെ ഒരു ലെങ്ത്ത് കിട്ടുള്ളൂ. അത് ഇതുപോലെ വരച്ചു കൊടുക്കാം. നിങ്ങൾ നമ്മുടെ ആ വാഷി ടേപ്പിന് ഡിസൈൻ ചെയ്തെടുത്തില്ലേ, അത് നിങ്ങൾക്ക് ഇത്ര അധികം ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ എനിക്ക് ജേണലൊക്കെ ചെയ്യുമ്പോൾ കൂടുതലാവാൻ വേണ്ടി തോന്നാൻ കൂടി മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പം അത് ഇതുപോലെ നമുക്ക് വട്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഊരിയെടുക്കാൻ പറ്റണോ കൂടി നോക്കണം കേട്ടോ. ആദ്യം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഊരിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ചെയ്തപ്പോൾ കറക്റ്റായി വന്നു, ഊരി വന്നു കേട്ടോ. ഇതുപോലെ നമ്മുടെ അതിൻ്റെ റൗണ്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒരു ഭാഗം പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് കറക്റ്റാക്കി. ഓക്കെ, നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പേപ്പർ കട്ടറൊന്നും വെച്ച് കട്ട് ചെയ്യരുത് കേട്ടോ. കാരണം അത് കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്കെയിൽ കൊണ്ട് വെച്ച് കട്ട് ചെയ്യല്ലേ, അപ്പോൾ അത് മടങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് വരുത്താനാണ് ഞാൻ സിസർ കൊണ്ട് തന്നെ വെച്ച് കട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് ഇതിന് മാത്രമാണ് ഞാൻ ഗ്ലൂ തേച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ ഞാൻ തേച്ച ഗ്ലൂ വേണമെന്നില്ല. എന്നിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാഷി ടേപ്പ് ഒന്നും വാങ്ങിക്കില്ലെങ്കിൽ നിങ്ങൾ ഈ ഐഡിയ ചെയ്തിട്ട് അപ്പോൾ എങ്ങനെയെന്ന് പറയാം. അപ്പോൾ ഇതുപോലെ ചുറ്റി കൊടുക്കാം. എല്ലാം ഞാൻ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അപ്പോൾ ഇതുപോലെ എല്ലാം കറക്റ്റ് അളവാവുണ്ടോ നോക്കിയിട്ട് വേണം ചുറ്റി കൊടുക്കാൻ. അതാണ് ഞാൻ കയ്യിൽ വെച്ച് കറക്റ്റ് ആവുണ്ടോ നോക്കി ലൂസാക്കി ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത്. അത് കറക്റ്റായി പിന്നെ എല്ലാം കറക്റ്റാവുമെന്നാണ്. അത് ചെയ്തപ്പോഴത്തേക്കുണ്ട് ഇതുപോലെ കറക്റ്റാവാണ്ട് വന്നിരുന്നു. പിന്നെ ഞാനതൊക്കെ ഒരുമിച്ച് വെച്ചപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ അളവ് തെറ്റാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എനിക്കത് പറ്റിയ അളവ് തെറ്റിപ്പോയി. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ ഇതേ ഇവിടെ ഞാൻ ഒട്ടി നിൽക്കാൻ വേണ്ടി ഇത്തിരി പശ തേച്ചിരുന്നു. അപ്പോൾ അതൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം ഇതാണ് നമ്മുടെ വാഷി ടേപ്പ് കേട്ടോ. ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ഒക്കെ ചെയ്യണേ. ഓക്കെ, ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷി ടേപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.